ശോചനീയാവസ്ഥയിലുള്ള വടക്കേക്കാട് കല്ലൂർ 74 നമ്പർ അങ്കണവാടി സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് മാറ്റി. ഷീറ്റും ചട്ടക്കൂടും തകർന്നതിനാൽ മഴ പെയ്യുമ്പോൾ ചോരുന്ന സ്ഥിതിയുണ്ടായിരുന്ന അങ്കണവാടിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തയെ തുടർന്നാണ് താൽക്കാലിക നടപടി. നിലവിലെ അങ്കണവാടിക്ക് അല്പം മാറി കല്ലൂർ അണ്ടിക്കോട്ടിൽ ഷക്കീറിന്റെ വീട്ടിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. ഇന്നലെ 2 കുട്ടികൾ മാത്രമാണ് ഇവിടെ എത്തിയത്. ഇവർക്കുള്ള ഭക്ഷണം വീട്ടിലെ അടുക്കളയിലാണ് പാചകം ചെയ്യുന്നത്. വീട്ടിലെ ശുചിമുറി തന്നെയാണ് ഇവർക്കും നൽകിയിട്ടുള്ളത്. അടുത്ത ശനിയാഴ്ച വേറെ കെട്ടിടത്തിലേക്ക് മാറാമെന്ന ഉറപ്പിലാണ് വീട്ടിൽ അങ്കണവാടിക്ക് ഇടം നൽകിയിട്ടുള്ളത്. വേറെ കെട്ടിടം അന്വേഷിക്കുന്നുണ്ടെങ്കിലും വലിയ തുക അഡ്വാൻസും വാടകയും ചോദിക്കുന്നതിനാൽ ഈ നീക്കം പ്രാവർത്തികമായില്ല. പരമാവധി 2000 രൂപയാണ് വകുപ്പിൽ നിന്നും അനുവദിക്കുക. പ്രോഗ്രാം കോർഡിനേറ്ററും ശിശുക്ഷേമ വകുപ്പ് ICDS സൂപ്പർവൈസർ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കെട്ടിടത്തിന് ഭീഷണിയായതിനെ തുടർന്നാണ് അങ്കണവാടിക്ക് ഫിറ്റ്നസ് ലഭിക്കാതിരുന്നത്. ഒരു തെങ്ങ് മുറിച്ചെങ്കിലും രണ്ടാമത്തെ തെങ്ങ് വെട്ടാൻ ഉടമയ്ക്ക് സമ്മതമല്ല. വീട്ടാവശ്യത്തിനുള്ള നാളികേരത്തിന് ആകെ 2 തെങ്ങ് മാത്രമേ ഉള്ളൂ എന്നാണ് ഉടമയുടെ പക്ഷം. ഷീറ്റ് മേഞ്ഞ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്നു. അങ്കണവാടിക്ക് കിണറോ ശുദ്ധജല സ്രോതസ്സോ ഇല്ല. അയൽവീട്ടിലെ കിണറാണ് ആശ്രയം. അങ്കണവാടിയിലേക്ക് കൃത്യം വഴിയില്ലാത്തതും സംരക്ഷണ ഭിത്തി പോലും ഇല്ലാത്ത സമീപത്തെ വലിയ കുളം എന്നിവയും ചർച്ചയാണ്. അതേസമയം കെട്ടിട നവീകരണത്തിന് 7.52 ലക്ഷം ചെലവിട്ടതിൽ ക്രമക്കേട് ആരോപിച്ച് പൊതുപ്രവർത്തകൻ KP അഖിൽ മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി.